ബൽറാം നെടുങ്ങാടി വീണ്ടും ചേരുന്നു. ഡൽഹിയിൽ നിന്ന് നാടകീയമായ ഒരുപാട് നിമിഷങ്ങൾക്ക് ഡൽഹി സാക്ഷ്യം വഹിച്ചു. ഇനി കെ സുധാകരന്റെ വാക്കുകൾക്ക് വേണ്ടി നമ്മൾ കാതോർക്കുന്നു. അല്പസമയത്തിനൊക്കെ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുമെന്നാണ് നമ്മുടെ കേരളത്തിലെ ടെലിവിഷൻ ചാനലുകളിലെ മിക്ക ജേർണലിസ്റ്റുകളും അവിടെ പാളിനാണ് നമുക്കറിയാം. ബൽറാം കൂട്ടിയിടിക്കുമോ എന്ന് പോലും ഞാൻ സംശയിച്ചു. പറയൂ ബൽറാം. രാഷ്ട്രീയ കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു പ്രതികരണം അത് കെ സുധാകരന്റെ പ്രതികരണമാണ്. അദ്ദേഹം തന്റെ പേര് ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇല്ല എന്ന കാര്യം ഉറപ്പിച്ചിരിക്കുന്നു. അതിനുശേഷമാണ് ഡൽഹിയിൽ നിന്ന് അദ്ദേഹം മടങ്ങുന്ന ഘട്ടത്തിൽ മാധ്യമങ്ങളെ കാണാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. അത് കഴിഞ്ഞ 2 തവണ അദ്ദേഹം മാറ്റിവെച്ച ഒരു വാർത്താ സമ്മേളനമാണ്. ഡൽഹിയിൽ നിന്നും ഗുഡ് ബൈ പറഞ്ഞ്, കോൺഗ്രസിനോട് ഗുഡ് ബൈ പറഞ്ഞ് ഇറങ്ങും മുമ്പ് അദ്ദേഹം നടത്താൻ ഒരുങ്ങുന്നത്. ആ ഒരു ഘട്ടത്തിൽ എന്തായിരിക്കും അദ്ദേഹത്തിന് പറയാനുള്ളത് എന്നുള്ളത് ഏറെ നിർണായകമാണ്. കഴിഞ്ഞ ഘട്ടങ്ങളിൽ താൻ അവഗണിക്കപ്പെടുന്നു എന്ന് തോന്നിയ ഘട്ടങ്ങളിലെല്ലാം തന്നെ കണ്ണൂർ ജില്ലയെയും തന്റെയും ആത്മബന്ധം അത് വെളിവാക്കുന്ന തരത്തിലുള്ള വൈകാരികമായ കുറിപ്പുകൾ അദ്ദേഹം പങ്കുവച്ചിരുന്നു, സംഭാഷണങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു. സമാനമായ ഒരു പ്രതികരണമാകുമോ, അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് ഒരു പ്രതികരണമാകുമോ, തന്റെ ഭാവി പദ്ധതികൾ വിശദീകരിക്കുന്നതാകുമോ കെ സുധാകരന്റെ ഈ ഒരു വാർത്താ സമ്മേളനം? മാധ്യമങ്ങളെ കാണുന്ന ഘട്ടത്തിൽ അദ്ദേഹം ഏത് തരത്തിലുള്ള പ്രതികരണമായിരിക്കും പ്രധാനപ്പെട്ട വാർത്തയാണ്. 8-നും 9-നും ഇടയിൽ ബൽറാം രാത്രി 8 മണിക്കും 9 മണിക്കും ഇടയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കും എന്നാണ് വിനീത വി ജി റിപ്പോർട്ട് ചെയ്യുന്നത്. തുടരാം ബൽറാം. എന്താണ് അങ്ങനെ കണക്ക് 8-നും 9-നും ഇടയ്ക്ക്? ദിലീപ് കുമാർ, ഇന്ന് രാവിലെ 11 മണിക്ക് വരാനിരുന്ന ഒരു പട്ടികയാണ് വൈകിട്ടോടുകൂടി രണ്ടാം ഘട്ടത്തിലെ ബാക്കി വെച്ച 5 പേര് ഉൾപ്പെടെയുള്ള പട്ടിക, സമ്പൂർണ്ണ പട്ടിക വൈകിട്ടോടെ പുറത്തിറങ്ങും എന്നറിയിച്ചിരുന്നു. പിന്നീട് 7 മണിക്ക് ഈ 40 പേരുടെ പട്ടിക വരും എന്നറിയിച്ചിരുന്നു. എന്തായാലും ഈ പട്ടികയിൽ തന്റെ പേരില്ല എന്ന് ഉറപ്പിച്ച കെ സുധാകരൻ 7:15 മാധ്യമങ്ങളെ കാണും എന്നറിയിക്കുകയായിരുന്നു. ആദ്യം 7 മണിക്കാണ് ഈ പട്ടിക വരും എന്ന AICCയിൽ നിന്നും വിവരം ലഭിച്ചിരുന്നത്. എന്തായാലും ആ ഒരു സമയക്രമം AICC മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു. 8-നും 9-നും ഇടയിൽ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുമെന്നാണ് ഏറ്റവും ഒടുവിൽ അറിയിക്കുന്നത്. അതേസമയം കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഒരു ബി പ്ലാൻ അത് നേരത്തെ തന്നെ അദ്ദേഹം തയ്യാറാക്കി വച്ചിരുന്നതാണ്. അത് താൻ ഇത്തരത്തിൽ വാർത്താ സമ്മേളനം നടത്തുമെന്ന് കെ സുധാകരൻ പറഞ്ഞു, നടത്തിയില്ല. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് വാർത്താ സമ്മേളനം നടത്തുമെന്ന് പറഞ്ഞു, അത് മാറ്റിവെച്ചു. അപ്പോഴൊക്കെ കെ സുധാകരന് സീറ്റ് കിട്ടാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ ആ നിലയ്ക്കൊരു ആലോചന ഹൈക്കമാൻഡിൽ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയിൽ നടന്നിട്ടുണ്ട് എന്നത് വ്യക്തമാണല്ലോ. അതുകൊണ്ടാണല്ലോ വാർത്താ സമ്മേളനം നടത്താതിരുന്നതും അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയതുമൊക്കെ. ഏത് ഘട്ടത്തിലാണ് കെ സുധാകരന്റെ ഒരു സമ്മർദ്ദത്തിനും വഴങ്ങേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തിയത്? അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു നേതാവ് ഇത് സുധാകരൻ പോയാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൽ എന്നൊരു ഉറപ്പ് ഹൈക്കമാൻഡിന് നൽകണ്ടേ? കാരണം 2 വട്ടം തുടർച്ചയായി ഭരണത്തിലിരുന്ന ഒരു മുന്നണിക്കെതിരെ കടുത്ത പോരാട്ടം നടക്കുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ സുധാകരനെ പോലൊരു നേതാവിനെ തഴയണമെങ്കിൽ അതിനൊരു ഗ്യാരണ്ടി കൊടുക്കാൻ കേരളത്തിൽ നിന്നൊരു നേതാവ് ഉണ്ടാകണ്ടേ? അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? മീഡിയ ആണോ അത് ബൽറാം? നേർക്കുനേർ ചോദിച്ചാ GK ഹാഷ്മി, കഴിഞ്ഞ ദിവസങ്ങളായി ഡൽഹിയിൽ നടന്ന ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ, സ്ക്രീനിംഗ് കമ്മിറ്റി, CEC യോഗങ്ങളിലെല്ലാം തന്നെ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ, അത് പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കമുള്ളവർ, ഈ 2 പേരുടെയും നിലപാട് അത് MP-മാർ മത്സരിക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ്. അത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരിന്റെ അടിസ്ഥാനത്തിലല്ല ഇരുവരും ആ നിലപാട് മുന്നോട്ട് വെച്ചത്. മറിച്ച് അത് ഒരു പൊതു നിലപാടായി സ്വീകരിച്ചില്ലെങ്കിൽ അത് കൂടുതൽ ആശയക്കുഴപ്പങ്ങളിലേക്കും സങ്കീർണതകളിലേക്കും തർക്കങ്ങളിലേക്കും പോകും. കാരണം നിരവധി MP-മാർ, ഏതാണ്ട് 12ഓളം പേർ മത്സരിക്കാൻ സന്നദ്ധരായി താല്പര്യം അറിയിച്ച് രംഗത്തുണ്ട്. ഒരാൾക്ക് ഇളവ് നൽകിയാൽ അത് മറ്റെന്തെങ്കിലും ആനുകൂല്യത്തിന്റെയോ മഹത്വത്തിന്റെയോ പേരിൽ കെ സുധാകരനാണെങ്കിൽ പോലും അത് ബാക്കിയുള്ളവർ കൂടി ഈ സീറ്റ് ആവശ്യപ്പെട്ട് രംഗത്തെത്താൻ ഇടയാക്കും. അത് അവരെ പിണക്കുന്നത് പോലെയാകും. അത് തിരഞ്ഞെടുപ്പിൽ വീണ്ടും തിരിച്ചടിക്ക് വഴിവെക്കും. അതുകൊണ്ട് തന്നെ ഒരു നിലപാട് പാർട്ടി എടുത്താൽ അതിൽ ഉറച്ചു നിൽക്കുക, ആ നിലപാടിൽ ഊന്നി മുന്നോട്ട് പോകുക എന്നുള്ളതായിരുന്നു ഇരുവരും മുന്നോട്ട് വെച്ചത്. ആ ഒരു നിലപാട് ഹൈക്കമാൻഡും അംഗീകരിക്കുന്നതായിരുന്നു. AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും ആ നിലപാടിനോട് ഒപ്പം നിന്നു എന്ന് തന്നെയാണ്. കെ സുധാകരന്റെ ഭാഗത്തു നിന്നും ഇത്രത്തോളം വലിയ സമ്മർദ്ദമുണ്ടായ ഘട്ടത്തിലും ഇതിൽ നിന്നും വിട്ടുവീഴ്ച വേണ്ട എന്ന ഒരു നിലപാടിലേക്ക് മല്ലികാർജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവർ എത്താൻ കാരണമായതും. എന്തായാലും
ഈ ഒരു വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിന്റെയും KPCC അധ്യക്ഷന്റെയും നിലപാട് അത് MP-മാർ ആരും മത്സരിക്കേണ്ടതില്ല എന്ന് തന്നെയായിരുന്നു. മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ ഇരുവരും പലതവണ അത് ആവർത്തിച്ചതാണ്. എന്നാൽ കടുത്ത സമ്മർദ്ദമുണ്ടായ ഘട്ടത്തിൽ തങ്ങൾക്ക് ഇതാണ് പറയാനുള്ളത് എന്ന് ഹൈക്കമാൻഡിന് മുന്നിൽ വെച്ച ശേഷം ഈ വിഷയത്തിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കട്ടെ എന്നൊരു നിലപാടിലേക്ക് ഇരുവരും മാറുകയായിരുന്നു. എന്തായാലും ഹൈക്കമാൻഡിന്റെ നിലപാടും ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.